ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി കിടുക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു വൻ വഴിത്തിരിവാണ് ഇന്ന് സംഭവിക്കുന്നത്. രേവതിയുടെ സ്വർണം മോഷ്ടിച്ചത് സുധിയാണെന്ന സത്യം സച്ചി ആസൂത്രണം ചെയ്ത നാരങ്ങാക്കെണിയിലൂടെ പുറത്തു വരുന്നു. ഈ കള്ളത്തരത്തിന് ചന്ദ്രയാണ് ഉപദേശം നൽകിയതെന്ന വെളിപ്പെടുത്തൽ കുടുംബത്തിൽ തീവ്രമായ കലഹങ്ങൾക്ക് തിരികൊളുത്തുന്നു. ചന്ദ്രയുടെ ഈ കള്ളത്തരവും അഹങ്കാരവും കണ്ട് രവിയാണെങ്കിൽ മാപ്പ് പറയുന്നതുവരെ നമ്മൾക്കിടയിൽ ഒരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച് ചന്ദ്രമതിയെ റൂമിൽ തനിച്ചാക്കുന്നു. അപമാനഭാരം താങ്ങാനാവാതെ വാതിലടച്ചു പോയ ചന്ദ്ര പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഏറെ നാടകീയതകൾക്കൊടുവിൽ ചന്ദ്ര മുറിക്ക് പുറത്തെത്തുമ്പോൾ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചന്ദ്ര രേവതിയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ വികാരഭരിതമായ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഹൈപ്പും തന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതിയുടെ സ്വർണം മോഷ്ടിച്ചത് ആരെന്നുള്ള സസ്പെൻസിനും വിരാമമിട്ടുകൊണ്ട് സച്ചി ആസൂത്രണം ചെയ്ത നാരങ്ങാക്കെണിയിൽ ഭയന്ന് സുധി സത്യങ്ങളെല്ലാം ഏറ്റുപറയുകയാണ്. രാത്രിയിൽ പേടിച്ചു ഉറച്ച സുധിയും ചന്ദ്രയും ചേർന്ന് രഹസ്യമായി പൂജാമുറിയിലെ നാരങ്ങകളെടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ സച്ചി ലൈറ്റിട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. തന്റെ നാരങ്ങ കേവലം ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു എന്ന് സച്ചി വെളിപ്പെടുത്തുകയും സുധിക്ക് പണം നൽകിയെന്ന് പറയുന്ന കൂട്ടുകാരൻ ആനന്ദമായി സംസാരിച്ചതിലൂടെ സുധി കള്ളം പറയുകയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രവിയുടെയും സച്ചിയുടെയും പ്രഹരമേറ്റ സുധി താനാണ് സ്വർണം മോഷ്ടിച്ച് വിറ്റതെന്നും അതിന് ഉപദേശം നൽകിയത് ചന്ദ്രയാണെന്നും തുറന്നു പറയുകയാണ്. സുധിയുടെ കള്ളത്തരത്തിന് കൂട്ടുനിന്നതും പോരാഞ്ഞ് രേവതിയുടെയും അവളുടെ അമ്മയുടെ മേൽ പഴി ചാരിയതിനും രവി ചന്ദ്രയോട് പൊട്ടിത്തെറിക്കുന്നു. ചെയ്ത തെറ്റ് ചന്ദ്ര വീണ്ടും ന്യായീകരിക്കുമ്പോൾ ഈ ജന്മം താൻ ഇനി ചന്ദ്രയോട് സംസാരിക്കില്ലെന്നും അവളുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ലെന്നും രവി പ്രഖ്യാപിക്കുന്നു. കടുത്ത അപമാനം ഏറ്റുവാങ്ങിയ ചന്ദ്രയാകട്ടെ വാതിലടച്ച മുറിക്കുള്ളിലും കയറുന്നു. ചന്ദ്ര വാതിലടയ്ക്കുന്നതും എല്ലാവരും ആകെ പരിഭ്രമിക്കുന്നുണ്ട്. വാതിൽ തുറക്കാൻ തന്നെ പറഞ്ഞ് ശക്തിയായി വാതിൽ മുട്ടുമ്പോൾ ചന്ദ്ര എന്നിട്ടും വാതിൽ തുറക്കുന്നില്ല. ശ്രീകാന്തും അതുപോലെ ആദിയോടെ അമ്മയെ തുറക്ക്, അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞതാണ്, പുറത്തു വരൂ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ചന്ദ്രയ്ക്ക് ഒരു കുലുക്കവുമില്ല. ശ്രീകാന്ത് പിന്നെ സുധിക്ക് നേരെ തിരിഞ്ഞു. സുധിയേട്ടാ, ഇതെല്ലാം നിങ്ങൾ കാരണമാണ് ഉണ്ടായത്. ഈ സത്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു. കുറ്റബോധം തോന്നിയ സുധിയാണെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ കാരണം എല്ലാവരും അമ്മയാണ് കുറ്റപ്പെടുത്തിയത്, എന്നോട് ക്ഷമിക്കണം, വാതിൽ തുറക്കും. മൂവരും മാറി മാറി വിളിച്ചിട്ടും ചന്ദ്ര വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. ഇതൊക്കെ കണ്ട് രേവതിക്കും ആകെ സങ്കടാവുന്നുണ്ട്. രേവതി സച്ചിയോട് ചെന്ന് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അമ്മ വാതിൽ തുറക്കുന്നില്ലല്ലോ, ഞാനൊന്ന് പോയി വിളിച്ചാലും. എന്നാൽ സച്ചി രേവതിയെ തടയുന്നു. നീ ഇപ്പൊ പോയ അമ്മയ്ക്ക് വാശി കൂടുകയുള്ളൂ, അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ പറയുകയാണ് സച്ചി. രേവതിക്ക് ഭയം ചന്ദ്രമതി എന്തെങ്കിലും അവിവേകം കാണിക്കുക എന്നുള്ളതാണ്. പക്ഷേ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതുപോലുള്ള നാടകങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒന്നും സംഭവിക്കില്ല. പക്ഷെയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കാഴ്ചക്കാരിയായി മാത്രം നിന്നു. വാതിൽ തുറക്കാൻ വേണ്ടി ശ്രീകാന്തും മറ്റുള്ളവരും വീട്ടിൽ ശ്രമം തുടർന്നെങ്കിലും ചന്ദ്ര വാതിൽ തുറക്കുന്നേയില്ല. ശ്രീകാന്ത് ഒടുവില് രവീന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചന്ദ്രമതി വാതിൽ തുറക്കുന്നില്ലെന്നുള്ള കാര്യം അറിയിക്കുമ്പോൾ രവീന്ദ്രൻ രൂക്ഷമായിട്ട് നോക്കുകയാണ് ശ്രീകാന്തിനെ. അതോടെ ശ്രീകാന്ത് നിശബ്ദനാകുന്നു. ശ്രുതിയും രവീന്ദ്രന്റെ അടുത്തെത്തി, അങ്കിൾ, ആന്റി ഡോറ് തുറക്കുന്നില്ല, അങ്കിള് വിളിച്ചാൽ ഉറപ്പായിട്ടും തുറക്കും. ഇങ്ങനെ പറയുന്നതും തൊട്ടു പിന്നാലെ ശ്രുതിയും അച്ഛന്റെ കയ്യിൽ പിടിച്ച്, അച്ഛാ, എനിക്ക് പേടിയാവുന്നു, അമ്മ വാതിൽ തുറക്കുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. രവി ദേഷ്യത്തോടെ ശ്രുതിയുടെ കൈ തട്ടി മാറ്റി. അതേ അച്ഛാ, അച്ഛൻ വിളിച്ചാൽ പുറത്തു വരുമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും രവി ആരുടെ അപേക്ഷയും ഗൗനിക്കാതെ മുഖം തിരിച്ചിരുന്ന് കളയുക തന്നെയാണ് ചെയ്യുന്നത്. ഈ ബഹളമെല്ലാം കേട്ട് വർഷയും ശ്രീകാന്തിന്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തട്ടി ശല്യപ്പെടുത്തുന്നത്? ആന്റി നല്ല ദേഷ്യത്തിലല്ലേ, ആന്റിയെ വിശക്കുമ്പോ തനിയെ പുറത്തു വന്നോളൂ. എന്നാൽ വർഷയുടെ ആ വാക്കുകൾ ശ്രീകാന്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് വർഷയോട്. എന്നിട്ട് വീണ്ടും രവീന്ദ്രനോട് റിക്വസ്റ്റ് ചെയ്യാണ്, അച്ഛനൊന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട്. രവിക്കാണെങ്കിൽ കോപം സഹിക്കാൻ വയ്യാതെ രവി പിന്നീട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇതേസമയം രേവതിയും സച്ചിയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സച്ചിയേട്ടൻ ഒന്ന് പോയി തട്ടി നോക്കൂ, ആര് വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് പോയി സംസാരിക്കുക. ഇതൊക്കെ കേട്ട് നീ ഒന്ന് വെറുതെ ഇരിക്കാൻ രേവതിയോട് പറയുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട്, ഇല്ല, നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല സച്ചിയേട്ടൻ, സച്ചിയേട്ടൻ പോയി അച്ഛനോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് സച്ചിയെ തള്ളിവിടുകയാണ്. ശ്രുതിയും ഒക്കെ വാതിൽ മുട്ടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്റെ ഭാഗത്താണ് തെറ്റ് മുഴുവൻ, അതുകൊണ്ട് അമ്മ പുറത്തു വരാൻ തന്നെ ശ്രുതി വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും രേവതിയുടെ നിർബന്ധം സഹിക്കുക വയ്യാതെ സച്ചി ചെന്ന് രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട്, അച്ഛൻ ചെന്ന് അമ്മയെ വിളിക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ എന്തിനാണ് അവളെ വിളിക്കുന്നത്, നീ എന്റെ കൂടെയല്ലേ എന്നുള്ള രവീന്ദ്രന്റെ മറുപടി കേട്ട്, അതല്ല അച്ഛാ, അമ്മയെ പോയി വിളിക്കാനാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതങ്ങോട്ട് കേൾക്കുന്നതും രവിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചിയോടും. നിനക്കെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ പോയി വിളിക്കും, ഞാൻ എന്തിനാ വിളിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പൊ സച്ചി പറയും, അതല്ല അച്ഛാ, കഥക അമ്മ തുറക്കുന്നേ ഇല്ല. എന്നിട്ടും രവി ചോദിക്കുന്നത് അതിനെന്താണെന്നാണ്. അപ്പോഴേക്കും രേവതി ഇടപെട്ടു, അച്ഛാ, ദേഷ്യമൊക്കെ മാറ്റി നിർത്താം, അമ്മ അകത്ത് പോയിട്ട് ഒരുപാട് സമയമായി, അച്ഛൻ വിളിച്ച അമ്മ തീർച്ചയായിട്ടും പുറത്തു വരും. എന്നാൽ രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യത്തോടെ അങ്ങോട്ട് ചോദിക്കുകയാണ്, അവൾ ഈ കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തിയില്ലേ, എന്നിട്ടിപ്പോ ഞാൻ പോയി അവളെ വിളിക്കണമെന്നാണോ നിങ്ങൾ എല്ലാവരും കൂടെ പറയുന്നത്? അച്ഛാ, ഇതിൽ മാനവും അഭിമാനവും ഒന്നുമില്ല, അമ്മയല്ലേ എന്ന് സച്ചി വാദിക്കുമ്പോഴും അത് നിന്റെ അഭിപ്രായം,
നിനക്ക് വേണമെങ്കിൽ പോയി വിളിക്കാമെന്നാണ് രവി തിരിച്ചു പറയുന്നത്. എന്നാൽ അച്ഛൻ ഇങ്ങനെ പറയരുതെന്നും എപ്പോഴും എടുത്തിയാടരുതെന്നും സമാധാനത്തോടെ ഇരിക്കണമെന്നും അച്ഛനല്ലേ പറയാറ്. സച്ചി അങ്ങനെ ചോദിക്കുമ്പോൾ രവി കോപത്തോടെ തന്നെ പ്രതികരിക്കുകയാണ്. ഞാൻ സമാധാനത്തോടെ ഇരുന്നത് കൊണ്ടാണ് അവളുടെ അഹങ്കാരം വളർന്നത്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഇത്രയും കാലം ഞാൻ നിശബ്ദനായത്. അവൾ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചു. എന്നിട്ടും അവൾ ചെയ്തത് കണ്ടില്ലേ? ഈ കുടുംബത്തിലെ മുതിർന്ന വ്യക്തിയായി ഒരു ദിവസമെങ്കിലും അവൾ പെരുമാറിയിട്ടുണ്ടോ? അവൾ മാറുമെന്ന് ഞാനും പ്രതീക്ഷയോടെ കാത്തിരുത്തി. പക്ഷെ ഒരിക്കലും അവൾ മാറില്ലെന്ന സത്യം ഞാനിപ്പോ തിരിച്ചറിഞ്ഞു. ഇതിനു മുമ്പ് അവള് വീടിന്റെ ആധാരം വരെ പണയം വെച്ചതല്ലേ. ഇപ്പൊ രേവതിയുടെ സ്വർണം എടുത്തു. എന്നിട്ട് ഒന്നും അറിയാത്തവളെ പോലെ അവൾ അഭിനയിച്ചതെല്ലാം നിങ്ങളും കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. എന്നിട്ട് അതൊന്നും പോരാതെ ആ കളങ്കം അവൾ രേവതിയുടെ അമ്മയുടെയും എന്റെ അമ്മയുടെയും മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇനിയും ഞാൻ അവളോട് സംസാരിക്കണമെന്നാണോ നിങ്ങൾ രണ്ടുപേരുടെയും ആവശ്യം? രവിയുടെ ഈ കോപത്തോടെയുള്ള ചോദ്യം കേട്ട് സച്ചി പറയുന്നുണ്ട്, അല്ലച്ച, അമ്മയെ ഞങ്ങൾക്ക് അറിയാമല്ലോ. അവരുടെ പ്രിയപ്പെട്ട മകന് വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യും. ഈ കെണി ഉണ്ടാക്കിയത് ശ്രുതി ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. സച്ചിയുടെ ഈ അഭിപ്രായം കേട്ട് അവന് ഉപദേശം നൽകിയെന്ന് വെച്ചാലും ഇവളുടെ കയ്യിൽ കളിമണ്ണാണോ? ബുദ്ധിയെല്ലാം അവന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് രവീന്ദ്രൻ. ഇത് കേൾക്കുന്ന രേവതി, അച്ഛന്റെ ദേഷ്യം ന്യായമാണ്, പക്ഷെ ഈ സമയത്ത് രേവതിയുടെ വാക്കുകൾ മുഴുമിപ്പിക്കാൻ രവി അനുവദിച്ചില്ല. ഈ സമയത്ത് ഞാൻ എന്റെ കോപം പുറത്തു കാണിച്ചില്ലെങ്കിൽ ഞാനിവിടെ വെറും ഒരു മരവിച്ച ജഡമായിരിക്കും. ഞാൻ വേറെ എന്ത് പറയണം? അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അതെല്ലാം ക്ഷമിച്ച് വിട്ടുകൊടുത്തിട്ടല്ലേ ഉള്ളൂ. എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതി. രവിയുടെ ഈ സംസാരം കേട്ടിട്ട് സച്ചിയും രേവതി പിന്നെ നിർബന്ധിക്കുകയാണ് രവീന്ദ്രനെ. അച്ഛാ, അമ്മയെ വഴക്ക് പറഞ്ഞോളൂ, ശാസിച്ചോളൂ, പക്ഷേ ഇപ്പൊ അമ്മയെ പുറത്തേക്ക് വിളിച്ച് സംസാരിക്കണം. അങ്ങനെ രണ്ടുപേരും കൂടെ അപേക്ഷിക്കുകയാണ്. രവി എന്നിട്ടും പ്രതികരിച്ചില്ല. അതേസമയം സച്ചി വീണ്ടും പറയുന്നുണ്ട്, ഞങ്ങൾ സ്വർണത്തിന്റെ കാര്യം അറിയാൻ മാത്രമാണ് പോയത്, അല്ലാതെ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഇത്ര വലിയ പ്രശ്നമായി തീരുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല. എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷെ അമ്മ പെട്ടെന്ന് വാതിലടച്ച് മുറിക്കളിലിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം. അതുകൊണ്ട് അച്ഛൻ തീർച്ചയായും സംസാരിക്കില്ലെന്ന് പറയരുത്. അമ്മയെ വിളിച്ചിട്ട് സമാധാനിപ്പിക്കണം. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചിയും വീണ്ടും നിർബന്ധിച്ച് രവീന്ദ്രന്റെ കയ്യിൽ പിടിക്കുകയാണ്. വരാൻ പറഞ്ഞിട്ട് വാതിലിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നതും രവിയാണെങ്കിൽ ദേഷ്യത്തോടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റുകയാണ്. കൈ വിടറ, നിങ്ങളുടെ സ്വർണം മോഷ്ടിച്ചവർക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുകയാണോ എന്നൊക്കെ പറയാണ്. അപ്പൊ സച്ചി വിട്ടുകൊടുത്തില്ല. എന്ത് ചെയ്യാനാണ് അച്ഛാ? മക്കളുടെ തെറ്റുകൾ കാരണവർ ക്ഷമിക്കണമെന്നാണ് മുത്തശ്ശി പഠിപ്പിച്ചത്. അതുപോലെ കാരണവന്മാർ ചെയ്യുന്ന തെറ്റുകൾ മക്കളും ക്ഷമിക്കും. സത്യങ്ങളെല്ലാം ഇപ്പൊ വെളിവായില്ലേ? അതുകൊണ്ട് അച്ഛൻ ഇനി ദേഷ്യമെല്ലാം മറന്ന് അമ്മയെ പോയി വിളിക്കണം. എന്നാൽ എനിക്ക് നിങ്ങൾക്കുള്ളത് പോലെ അത്ര നല്ല മനസ്സില്ലെന്നും അവൾ ചെയ്ത തെറ്റ് പെട്ടെന്ന് മറക്കാൻ എനിക്ക് കഴിയില്ലെന്നും രവി തീർത്തു പറഞ്ഞു. സച്ചി അത് കേട്ടിട്ട് അച്ഛന് മാപ്പ് കൊടുക്കുകയൊന്നും വേണ്ട, ഒരൊറ്റ തവണ ചെന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല, എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. ഇതെനിക്കും എന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള വിഷയമാണ്. നീ ഇതിൽ തലയിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ് രവി. സച്ചി പിന്നാലെ ചെന്ന് വിളിക്കുന്നുണ്ട്, അച്ഛ ഒന്ന് വിളിക്കൂ. അപ്പൊ രവി തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഞാൻ ഇവിടെ നിൽക്കേണ്ടതെന്നാണോ നിനക്ക്? ഞാൻ വേണമെങ്കിൽ പോയി തരാം. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും സച്ചിയുടെയും രേവതിയുടെയും പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുകയാണ്. അച്ഛൻ അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവര് പിന്മാറുന്നുണ്ട്. രവീന്ദ്രന്റെ ഈ നിലപാട് കണ്ടിട്ട് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, സച്ചിയേട്ടൻ പറഞ്ഞ അച്ഛൻ എപ്പോഴും കേൾക്കുന്നതാണല്ലോ, പിന്നെ ഇത്തവണ ഇത് എന്ത് പറ്റിയെന്ന്. സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മയുടെ നിലപാട് കാരണമാണ് അച്ഛൻ ഇത്രയ്ക്കും ദേഷ്യം വരാൻ കാരണമെന്നും ഏതായാലും തനിയെ പുറത്തു വരുന്നത് വരെ കാത്തിരിക്കാമെന്നും പറയുകയാണ് രേവതിയോട്. എന്നാൽ വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്ന് രേവതി പറഞ്ഞപ്പോ അച്ഛമ്മയെ വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് അവര്. പക്ഷേ പിന്നീട് സ്വർണത്തിന്റെ വിഷയം കാരണം അത് വേണ്ടെന്ന് വെച്ചു. ഏതായാലും ഒടുവിൽ അമ്മയെ പുറത്തു കൊണ്ടുവരാൻ ആര് സഹായിക്കുമെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുത്ത് പാമയെ വിളിക്കാൻ പോയി. അടുത്ത ദിവസം രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ശ്രീകാന്തും ശ്രുതിയും വാതിൽ മുട്ടി ബഹളം ഉണ്ടാക്കി. ശ്രുതി കുറ്റബോധത്തോടെ അമ്മയെ വിളിച്ചെങ്കിലും ചന്ദ്രയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായില്ല. പിന്നീട് അവിടേക്ക് വന്ന സച്ചിയും ശ്രുതിയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമെല്ലാം സംഭവിക്കുന്നുണ്ട്. ശ്രുതിയെ സച്ചി ക്രിമിനൽ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇതിൽ ദേഷ്യം വന്ന ശ്രുതിയാകട്ടെ അമ്മയെ മുറിയിൽ അടച്ചത് സച്ചിയുടെ സംസാരമാണെന്ന് തിരിച്ചടിക്കുന്നുണ്ട്. വാദപ്രതിവാദം ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും സച്ചി ശ്രുതിയെ അടിക്കാൻ ഓങ്ങുകയും ചെയ്തു. ശ്രീകാന്തും രേവതിയും പിടിച്ചുമാറ്റാൻ അടിക്കാൻ ശ്രീകാന്തും രേവതിയും ഒക്കെ കൂടെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുമ്പോഴും രവി ഇതെല്ലാം കണ്ടിട്ടും ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. പിന്നീട് അടിപിടി നിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രീകാന്ത് ആവശ്യപ്പെടുകയാണ്. അമ്മ വിശക്കുമ്പോൾ തനിയെ പുറത്തു വരുമെന്ന് പറഞ്ഞ വർഷയെ ശ്രീകാന്ത് പിന്നെയും ശാസിച്ചു. ചന്ദ്രമതിയെ പുറത്തു കൊണ്ടുവരാൻ സച്ചി ഇതുവരെ ഒന്നും ചെയ്തില്ലെന്ന് കളിയാക്കിയ ശ്രുതിയോട് അമ്മയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടതെല്ലാം ചെയ്തത് സച്ചിയേട്ടനാണെന്ന് പറഞ്ഞ് രേവതി ശക്തമായ മറുപടി നൽകി. ഇതിനിടയിലാണ് ഭാമയുടെ രംഗപ്രവേശം. ശ്രുതിയും സച്ചിയും തമ്മിലുള്ള വഴക്കിനിടയിലാണ് ഭാമ അപ്രതീക്ഷിതമായി വീട്ടിലെത്തുന്നത്. സച്ചിയാണ് ഭാമയെ വിളിച്ചു വരുത്തിയതെന്ന് രേവതി വെളിപ്പെടുത്തിയതോടെ ശ്രുതിയും ശ്രീകാന്തും ഒക്കെ അമ്പരന്നു. സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ചന്ദ്രയെ ന്യായീകരിച്ച ഭാമയോട് രവിക്ക് ദേഷ്യം തോന്നുകയാണ്. തുടർന്ന് രേവതിയുടെയും ശ്രുതിയുടെയും ആവശ്യപ്രകാരം ഭാമ വാതിൽ മുട്ടുന്നു. അകത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ശ്രുതി വാതിൽ ചവിട്ടി തുറക്കാൻ വരെ ശ്രമിക്കുന്നു. എന്നാൽ ഭാമ തന്ത്രപരമായി സംസാരിച്ച് വാതിൽ തുറപ്പിച്ച് അകത്തേക്ക് കയറി. ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ പുറത്തു വരാൻ മടിച്ച ചന്ദ്രയെ ഭാമ കയ്യിൽ പിടിച്ച് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇട്ടു. ദേഷ്യത്തോടെ പുറത്തു വന്ന ചന്ദ്രയെ കെട്ടിപ്പിടിക്കാൻ ചെന്ന
ശ്രുതിയെ ചന്ദ്ര തള്ളി മാറ്റി. ഭാമയുടെ നിർബന്ധപ്രകാരം ചന്ദ്രയെ രവിയുടെ അടുത്ത് എത്തിച്ചെങ്കിലും മകനോടുള്ള സ്നേഹമാണ് ഈ തെറ്റുകൾക്കെല്ലാം കാരണമെന്ന് ഭാമ ന്യായീകരിച്ചു. എന്നാൽ സച്ചി ഇതിനോട് വിയോജിച്ച് ശ്രുതിയെ വീണ്ടും ക്രിമിനൽ എന്ന് തന്നെ വിളിച്ചു. രേവതിയുടെ സ്വർണം മോഷ്ടിച്ചതിനെ ന്യായീകരിച്ച ശ്രുതിയോട് അറിയാതെ ചെയ്തതല്ല, പഴി മറ്റുള്ളവരുടെ മേൽ വെച്ചതാണോ അറിയാതെ ചെയ്യുന്നതെന്ന് ചോദിച്ച് രേവതി തിരിച്ചടിക്കുന്നുണ്ട്. രവീന്ദ്രനോട് ചന്ദ്രമതി മാപ്പ് പറയണമെന്ന് സച്ചി ആവശ്യപ്പെട്ടപ്പോൾ മാപ്പ് ചോദിക്കേണ്ടത് എന്റെ അടുത്തല്ല, ആരോടാണ് തെറ്റ് ചെയ്തത് അവളുടെ അടുത്താണെന്ന് രവി തീർത്തും പറഞ്ഞു. ഇത് കേട്ട് രേവതിയെ രൂക്ഷമായി നോക്കിയ ചന്ദ്ര, ഞാൻ ആരോടും മാപ്പ് പറയില്ല, പ്രത്യേകിച്ച് ഇവളോട് എന്നിങ്ങനെ ആക്രോശിക്കുകയാണ്. തുടർന്ന് തന്നെ വിചാരണ ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും മകന് വേണ്ടി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ചന്ദ്ര എല്ലാവരോടും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ചന്ദ്രയുടെ ഈ അഹങ്കാരം കണ്ട സച്ചിയാകട്ടെ അച്ഛൻ കടുത്ത തീരുമാനം തന്നെ എടുക്കണമെന്ന് പറയുകയാണ്. ഈ കലഹം കണ്ട രവിയാകട്ടെ തന്റെ ദേഷ്യം മുഴുവൻ ഉള്ളിലൊതുക്കി എല്ലാവരോടും നിർത്താൻ തന്നെ പറയുകയാണ്. എന്നിട്ട് ചന്ദ്രയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്, ചന്ദ്രേ, നിനക്ക് മാപ്പ് പറയാൻ കഴിയില്ലെങ്കിൽ പറയണ്ട, പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിന്നെ ഇപ്പോഴും എന്റെ ഭാര്യയായി അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ നിനക്ക് മുറിയും ഭക്ഷണവും ഉണ്ടാകും. എന്നാൽ നീ ഈ കുടുംബത്തോടോ എന്നോടോ അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്ത രേവതിയോടോ മാപ്പ് പറയുന്നത് വരെ നമ്മൾക്കിടയിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ല. രവിയുടെ ഈ തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. ചന്ദ്രയുടെ മുഖം വിളറി. നീ ഇപ്പോൾ നിന്റെ റൂമിലേക്ക് പോകണമെന്നും പുറത്തുള്ള ആളുകളുമായി സംസാരിക്കേണ്ടെന്നും നിന്റെ മകന്റെ തെറ്റിന് കൂട്ടുന്നതിനുള്ള ശിക്ഷയാണിത്. ഇനി നീ ചെയ്ത തെറ്റ് മനസ്സിലാക്കുമ്പോൾ മാത്രം മതി പുറത്തേക്ക് വരാനെന്നും രവി പറഞ്ഞപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ രവിയെ ദേഷ്യത്തോടെ നോക്കി തിരിഞ്ഞു നടക്കുന്നു. ചന്ദ്ര വീണ്ടും മുറിയിലേക്ക് പോയ ഉടനെ രേവതി സച്ചിയോട് പറയുകയാണ്, സച്ചിയേട്ടാ, എനിക്ക് വിഷമമുണ്ട്. അമ്മ ഇങ്ങനെ ഒറ്റപ്പെടേണ്ട ഒരാളല്ല. എന്നാൽ സച്ചിയും രവീന്ദ്രന്റെ അതേ നിലപാടിൽ തന്നെയാണ്. അമ്മ ചെയ്ത തെറ്റ് അമ്മ മനസ്സിലാക്കണം രേവതി. അച്ഛൻ കടുത്ത തീരുമാനമെടുത്തത് ഈ കുടുംബത്തിന് വേണ്ടിയാണ്. അങ്ങനെ പറഞ്ഞ് സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നു. ചന്ദ്ര ദേഷ്യത്തോടെ റൂമിൽ പോയിരുന്നെങ്കിലും രവിയുടെ കടുത്ത വാക്കുകൾ ചന്ദ്രയെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുന്നു. മാപ്പ് പറയുന്നത് വരെ ഭർത്താവുമായി ഒരു ബന്ധവുമില്ല എന്ന ശിക്ഷ ചന്ദ്രയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മുറിക്കുള്ളിലെ ഏകാന്തതയുടെ ഭാരം ചന്ദ്രയെ വല്ലാതെ അലട്ടി. മകനോടുള്ള സ്നേഹമാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന ചിന്ത ചന്ദ്രയെ കൂടുതൽ കുഴപ്പത്തിലാക്കി. ശ്രുതിയോടുള്ള ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും ചെയ്ത തെറ്റിന്റെ യഥാർത്ഥ ഭവിഷ്യത്ത് ചന്ദ്രമതി അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതേസമയം പുറത്ത് രേവതി വിഷമിച്ചിരിക്കുകയായിരുന്നു. സച്ചി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രയുടെ അവസ്ഥ രേവതിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചന്ദ്രയുടെ മനസ്സ് അലിയുകയാണ്. ചന്ദ്രമതി മുറിയിൽ നിന്ന് പുറത്തു വന്ന് നേരെ രേവതിയുടെ മുറിയിലേക്ക് നടന്നു. വീട്ടിലുള്ളവരെല്ലാം ചന്ദ്രയെ കണ്ട് അമ്പരക്കുകയാണ്. രവിയും സച്ചിയും ശ്രുതിയും ശ്രീകാന്തും അങ്ങനെ എല്ലാവരും ചന്ദ്രയെ തന്നെ ആകാംക്ഷയോടെ നോക്കി. ചന്ദ്രയുടെ മുഖത്ത് അപ്പോൾ അഹങ്കാരമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, പശ്ചാത്താപമാണ് തെളിയിക്കുന്നത്. ചന്ദ്ര നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ യാതൊരു മടിയും ഇല്ലാതെ രേവതിയുടെ കാൽക്കൽ അങ്ങോട്ട് വീഴുകയാണ്. രേവതി, എന്നോട് നീ ക്ഷമിക്കണം. നീയും നിന്റെ അമ്മയും എന്റെ മകനെതിരെ കളിച്ചു എന്ന് ഞാൻ കരുതി. എന്റെ സ്വർണം പോയതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ഞാൻ നിങ്ങളെ മോഷ്ടാക്കളാക്കാൻ ശ്രമിച്ചതാണ്. ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ നിന്റെ ജീവിതവും സന്തോഷവും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അന്ന് ഞാൻ പറഞ്ഞ കള്ളങ്ങൾക്കെല്ലാം നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും സംഭവിച്ചപ്പോഴേക്കും രേവതി പോലും ഞെട്ടിപ്പോയി. എന്നിട്ട് വേഗം ചന്ദ്രയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. വേണ്ട അമ്മേ, എഴുന്നേൽക്കൂ, ഞാൻ അമ്മയോട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാൽ ചന്ദ്ര വീണ്ടും പറയും, ഇല്ല മോളെ, ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കണം. നിനക്ക് എന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിർത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ എന്റെ തെറ്റുകൾ ഇപ്പൊ ക്ഷമിക്കണം. ചന്ദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ രംഗം കണ്ടുനിന്ന സച്ചിയും രേവതിയും ഒക്കെ വികാരാധീനരായി. ശ്രുതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാം ശരിക്കും അമ്പരന്ന് നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ട്. സച്ചി ചെന്നിട്ട് ചന്ദ്രയുടെ തോളിൽ കൈവച്ചു. അമ്മേ, ഞങ്ങളെല്ലാവരും അമ്മയുടെ കൂടെയുണ്ട്. തെറ്റ് മനസ്സിലാക്കിയല്ലോ, അത് മതിയെന്ന് പറയുകയാണ് സച്ചി. രേവതി ചന്ദ്രയെ കെട്ടിപ്പിടിച്ചോണ്ട്, അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയോട് ദേഷ്യം വെച്ചിട്ടില്ല. ഈ വീട്ടിലെല്ലാവർക്കും അമ്മയാണ് വേണ്ടത്. എന്തായാലും ഈ രംഗമെല്ലാം കണ്ട് രവിയുടെ മുഖവും തെളിയുന്നു. രവീന്ദ്രൻ ചന്ദ്രയുടെ നേർക്ക് ചെറുതായൊന്ന് പുഞ്ചിരിക്കുന്നു. ചന്ദ്രയാകട്ടെ രവിയുടെ അടുത്തേക്ക് ചെന്ന് രവിയുടെ കയ്യിൽ പിടിച്ച്, രവിയേട്ടാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും രവിയും വാത്സല്യത്തോടെ ചന്ദ്രയെ ചേർത്ത് പിടിക്കുന്നു.